രാധേ, ഇത് തുറന്നു നോക്ക്. നിന്റെ ചേട്ടനൊരു തല്ലിപ്പൊളിയില്ലെന്ന് അപ്പം മനസ്സിലാവും. അമ്മ ഇത് കണ്ടോ, മണിയേട്ടന്റെ വക. നീ ഇന്നലെ വീട്ടിൽ നിന്ന് പോയതല്ലേ, ഇതുവരെ എവിടെയായിരുന്നു? കള്ളം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നാക്ക് ഞാൻ അറുത്ത് കളി. രാത്രി മുഴുവനും ആ സലീംബായുടെ ക്ലബിൽ നിന്ന് ചീട്ട് കളിക്കായിരുന്നു. ചീട്ട് കളിയോ? ഞാനോ? ഒരുമാതിരി അനാവശ്യം പറയരുത്. നീ ഇതകത്തോണ്ട് വെക്ക്. ഇതിനകത്തെല്ലാം ഉണ്ട്. പൽപ്പൊടി, സോപ്പ്, ചീപ്പ്, ബ്രഷ്. അവന്റെ ഒരു പൽപ്പൊടിയും ചീപ്പും സോപ്പ്. എവിടെയാ റേഡിയോ? മര്യാദയ്ക്ക് ആ റേഡിയോ കൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ ഈ പടി ഏറ്റില്ല. ഏത് റേഡിയോ? എന്ത് റേഡിയോ? നമ്മുടെ ട്രാൻസിസ്റ്റർ ഇന്നലെ മുതൽ കാണാനില്ല. ട്രാൻസിസ്റ്റർ എവിടെ പോയി? ഇതിലേ കൂടെ നടന്നുപോയി. എന്നാ പിന്നെ അമ്മയ്ക്ക് ചോദിച്ചൂടായിരുന്നു എങ്ങോട്ടാണ് പോണെന്ന്? നീ അറിയാതെ എവിടെ പോവില്ല. അല്ലാതെ മറ്റൊരു കള്ളൻ ഇതിനകത്ത് കേറാനും ഇല്ല. കള്ളൻ മാത്രം വിളിക്കരുത്. കള്ളൻ കള്ളൻ കാട്ടുകള്ളൻ. എടാ എന്ത് ചെയ്തടാ റേഡിയോ? ആർക്കൊണ്ടുപോയി വിറ്റടാ? നിങ്ങളുടെ നായർക്ക് ഗുരുത്തദോഷി. ഇറങ്ങി പോടാ അവിടുന്ന്. മേലിന്റെ മുമ്പിൽ വന്നു പോരുത്. കുറച്ച് നാളായിട്ട് നിങ്ങളെ നാട്ടിൽ പുറത്താക്കാൻ ശ്രമിക്കുന്നു. ഇതുവരെ ഞാൻ ക്ഷമിച്ചു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ പിന്നെ ജന്മത്തിൽ ഇങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. പുറത്തോണം. ചെലക്കാതെ ഇറങ്ങി പോടാ പട്ടമ്മേ. നീ പോടി അവിടുന്ന്. ഇങ്ങനെ ഒരു ഏമ്പാക്കി എനിക്ക് മകനായിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും. ഇങ്ങനെ ഒരു ഭദ്രകാളി തള്ള എനിക്കും വേണ്ട. ഇത് പബ്ലിക് റോഡാണ്. എന്റെ സൗകര്യം പറയുമ്പോ जिन लोगों का पैसा बाकी है उसे पकड़ कर लेके आओ। सलाम साहब। मुझे तेरी बेटी नहीं बेटा चाहिए। वो कहाँ है? ആ മണികണ്ഠൻ ഇവിടെ ഉണ്ടോടാ? നിന്നെ ആരും അന്വേഷിക്കുന്നു. എന്തുവാടേ? കള്ള പന്നി, നീ ഇവിടെ ഒളിച്ചിരിക്കണല്ലേ? ആ നീ അബ്ബാസ് അന്വേഷിക്കുന്നുണ്ട്. आपका एक हफ्ते का बाकी 140 रुपया और आपका रामलाल 5 हफ्ते का बाकी 250 रुपया। ഒളിക്കാതെ എന്ത് ചെയ്യും? ആഴ്ചക്ക് നിങ്ങൾക്ക് തരാനുള്ള ഹഫ്ത 10 പറഞ്ഞ് വെച്ച് കൂട്ടിയാ ഞങ്ങൾ എന്ത് ചെയ്യും? വെണ്ണ, പാലും, മട്ടൻ, ചിക്കൻ എല്ലാത്തിനും വില കൂടിയില്ലേ? പണ്ട് കിട്ടിയിരുന്ന കാശ് പോലെ ഇപ്പൊ ജീവിക്കാൻ. വെണ്ണയും മട്ടനും പാലും ചിക്കനും ഒക്കെ കഴിച്ച് നിങ്ങളുടെ അബ്ബാസ് കൊഴുത്ത് കയറുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ പട്ടിണിയാ. കഞ്ഞി കുടിക്കാൻ പാടുപെട്ടുണ്ടാക്കുന്ന കാശ ഹഫ്ത എന്ന് പറഞ്ഞ് നിങ്ങൾ പെണ്ണെടുക്കുന്നത്. അത് അവിടെ പോയി പറഞ്ഞാൽ മതി. നടക്കടാ. पैसा क्यों नहीं दिया? अगला हफ्ता दे दूंगा साहब। अगर 2 दिन में पैसा नहीं आया तो तेरा टैक्सी बंद हो जाएगा। ഇവനാണ് ഞാൻ പറഞ്ഞ പോലീസ് സാക്ഷി. तुम मुदलियार साहब के घर पे 3 बजे आना। साहब तेरे से बात करना चाहते हैं। समझ गया? चलो। ഈ ആൾക്കാര് പറയുന്ന പോലെ മുതലിയാർ അത്ര വലിയ യോഗ്യനൊന്നുമല്ല. എന്റെ മുമ്പിൽ വെച്ചാ ആ പത്രപ്രവർത്തകനെ അവന്മാരെല്ലാം കൂടെ കുത്തിക്കൊന്നു. നീ പറയുന്ന കേട്ടാ തോന്നും ആദ്യമായിട്ടാ ഇവിടെ ഇതൊക്കെ നടക്കുന്നത്. എന്തിനാ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊല്ലുന്നത്? അമർ ബാക്കിയാന്ന് നീ കേട്ടിട്ടുണ്ടോ? അയാളാണ് ഈ ബോംബെ നഗരത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭരിക്കുന്നത്. പോലീസല്ല, മന്ത്രിമാര് പോലും അങ്ങേരുടെ മുമ്പേ നിൽക്കില്ല. അയാൾക്ക് ആകെ പേടിയുള്ളത് നമ്മുടെ മുതലിയാരെ മാത്രമാണ്. പക്ഷെ പട്ടരെ കണ്ട അങ്ങനൊന്നും തോന്നൂല. കാണും പോലെ അല്ല ആള്. കഴിഞ്ഞ 8 വർഷമായി മുതലിയാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ തെരുവ് പിടിച്ചടക്കാൻ ശ്രമിക്കുക ബാക്കിയാ. അതിന്റെ പേരില ഈ വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ. പോലീസുകാരെന്താ ഇതൊക്കെ കണ്ട് കണ്ണടക്കുന്നത്? യവന്മാർ തമ്മിൽ തല്ലി ചാകുന്ന പോലീസുകാർക്ക് ഇഷ്ടം. അതുകൊണ്ടല്ലേ അവരിതിൽ ഇടപെടാം. എന്ന് വെച്ച് ഒരുത്തനെ കൺമുമ്പിലിട്ട് കൊന്നിട്ട് കണ്ടില്ലെന്ന് എങ്ങനെ പറയുന്നത്? പറഞ്ഞോ, അടുത്ത വെടി നിന്റെ പിള്ളക്കായിരിക്കും. വേണ്ടാത്ത പുലിവാലെന്ന് നിൽക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനൊരു അവസാനം ഇല്ലെന്നാണോ? കുറച്ച് നാളത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നുന്നത്. നാളെ ഒരു കോംപ്രമൈസ് നടക്കുന്നുണ്ടെന്ന് കേട്ടു. എന്ത് കോംപ്രമൈസ്? അതായത് സിറ്റിയുടെ ഏതൊക്കെ ഭാഗം ആരൊക്കെ ഭരിക്കണമെന്ന് അണ്ടർവേൾഡ് നായകന്മാർ തമ്മിൽ ഒരു തീരുമാനം എടുക്കാൻ പോവുക.
మనిషిని వഴി నిൽക്കാൻ സമ്മതിക്കില്ലേ? മേത്തോടാണോ ഉരുണ്ട് വീഴുന്നത്? నేను మిమ్మల్ని చూడలేదు. ఇప్పుడే అవంత వీഴുന്നത്? ఏం చెప్తున్నారు? మేరా ऊपर क्यों गिरे? మీరే ఏం చెప్తున్నారు అర్థం కాలేదు. అయ్యో కన్నడ അറിയാം. ഏക മേൽ ബിത്തെ. ഞാൻ ക്ഷമിച്ചండి. എഴി എഴി. അല്ലേ വേണ്ട, കുറച്ച് സമയം കൂടെ അവിടെ കേടാ. ഇത് ഊരി കളയണോ? ഓ തൂറായി പോയോ? नाच गाना सब बराबर चल रहा है, पैसा भी खूब कमा रही होगी। अब्बा साली को देने के वास्ते पैसा नहीं है साली। सब लोग बाहर जाओ। जाओ। हमारे को पैसे दिए बगैर यहाँ नाच गाना नहीं चल सकता। ஐயா, அவர் இங்க தகராறு பண்ண வந்திருக்கு. சரிங்க. முதலியாரா? சாப் அக்கிரமம் பண்ணி தான் ஹப்தா வசூல் பண்ணணுமா? மரியாதை வெளியே போடா. சரிங்க. മുതലിയാരാ പോകാൻ പറയുന്നു. എന്താ വേഗം ഇങ്ങ് പോന്നേ? ആ അബ്ബാസ് അവിടെ വന്ന് കുഴപ്പമുണ്ടാക്കി എല്ലാവരെയും ഓടിച്ചു. അയാൾക്ക് തനിച്ച് കാണാനായിരിക്കും ആ പെണ്ണിന്റെ നാച്ച്. ആ പെണ്ണിനോട് ഒരു രാത്രി കഴിയാൻ 1000 രൂപയാന്ന് പറയുന്നല്ലോ, ശരിയാണോ? എന്താ നിനക്ക് ഒരു ദിവസം ഒന്ന്? ഏയ്, കൈ കാശില്ലാത്തവൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അഥവാ ഇനി കാശുണ്ടായാൽ തന്നെ കള്ളു കുടിക്കാനും പെണ്ണ് കുടിക്കാനൊന്നും ഞാനില്ല. പിന്നെ ആ കാശ് വെച്ച് നീ എന്തോ ചെയ്യും? ഒന്ന് പോണം നാട്ടിലേക്ക്, ഞെളിഞ്ഞ് തറവാട്ടിലേക്ക് കയറി ചെല്ലണം. അവിടെ എനിക്കൊരു അമ്മാവനുണ്ട്, ഒരു കാണ്ടാമൃഗം. ആ കിളവൻ്റെ ചെവിക്കുറ്റി നോക്കിയൊരു അടിയും കൊടുത്ത് അന്തസ്സായിട്ട് എൻ്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് പോരണം. എന്നിട്ടൊരു വലിയ പന്തലിടണം. കരക്കാരെ മുഴുവൻ വിളിച്ച് ഒരു ഗംഭീര സദ്യയും കൊടുത്തിട്ട് വേണം എൻ്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ. വലിയ മോഹങ്ങളാണല്ലോടാ. അല്ല, കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കിളവൻ ചത്തുപോകുന്ന എൻ്റെ പേടി. അപ്പൊ പിന്നെ അടി നടക്കൂല. ആ, അതാണ്. നീ വിഷമിക്കണ്ട, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നാണ്. മണിവാടാ. കല്യാണിയമ്മേ, ഒരു 3-4 നല്ല ചായ, ഒരു 5-6 ചപ്പാത്തി. എനിക്ക് വേണ്ട, എനിക്ക് ഇവര് വിഷം കലക്കി തരും. അതേടാ, നീയൊക്കെ ചത്തു കളഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ. റേഡിയോ കള്ളാം. കിളവി, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. ചേട്ടൻ നല്ല ചൂട് ചായ ഞാൻ ഉണ്ടാക്കി തരാം. നല്ല ചൂടുണ്ടാവുമെങ്കിൽ എന്റെ വക ഒരെണ്ണം ആ തള്ളയുടെ തൊള്ളയിലോട്ട് ഒഴിച്ചു കൊടുക്ക്. എടാ, നിന്നെ എവിടുന്ന ഈ മുട്ട? ഞാനും പറഞ്ഞില്ല. ഓഹോ, ഇങ്ങനെയാണ് ഇവിടെ മുട്ടയും ചപ്പാത്തിയും കുറയുന്നതല്ലേ? ചുമ്മാതല്ല, എത്ര തിന്നാൽ ഇവന്റെ ഒക്കെ കണക്ക് നോക്കുമ്പോ ഒന്നും ബാക്കി തരാനില്ല. എടി, കള്ളക്കണക്ക് നീ എന്നെ മുടിപ്പിക്കാനല്ലേടി? ചക്കാത്തിന് വാങ്ങി തിന്നാൻ നടക്കുന്ന നാണം കെട്ടവന്മാര്. ആവശ്യമില്ലാത്ത പറയണ്ട, എനിക്ക് നിങ്ങളുടെ ഓശാരൊന്നും വേണ്ട. ആരും അങ്ങനെ നല്ലവൻ ചുമയൊന്നും വേണ്ട.
ഇനി ഒരുത്തൻ ഇവിടുന്ന് പച്ച വെള്ളം തരില്ല. പൊയ്ക്കോ അവിടുന്ന്. എന്നെ കുത്തോടെടുപ്പിക്കാനായിട്ട് നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടിക്കുക ഓരോരുത്തന്മാരും. ഞാൻ പറഞ്ഞില്ലേ വേണ്ട. നിന്റെ ചേട്ടൻ പറഞ്ഞ ശരിയാ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തരാ നിന്റെ തള്ള. അമ്മ ആരും അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട. മിണ്ടാതെ തിന്നോണ്ട് പോയിക്കൂടെ? മതി ആയില്ല കഴിച്ചോടാ. ഇനി എന്റെ പൊന്നു ചേട്ടന്മാർക്ക് എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ നിന്റെ തള്ളയുടെ കട കണ്ടോണ്ടല്ലേ എല്ലാരും ബോംബെയിലോട്ട് ഇറങ്ങി തിരിച്ചത്. ശരിക്കുള്ള കണക്കുമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. മലയാളിയാണ് അല്ലേ? എന്താ പേരെന്ന് പറഞ്ഞത്? ഹരികൃഷ്ണൻ. ഒരു രാത്രിക്ക് 1000 രൂപയാണ്. ഉണ്ടോ? എനിക്കൊരു ഉമ്മ മാത്രം മതി. പിന്നെ കുറച്ച് കിന്നാരം പറയണം. അതൊക്കെയാണല്ലോ രസം. ഞാൻ ഈ കുടുക്ക ഒരു വഴിപാടിന് വെച്ചിരുന്നാണ്. വഴിപാടിനെയും കഴിക്കാമല്ലോ. അല്ലെങ്കിൽ ഇത് തന്നെ വഴിപാട്. 100 കൂടായി. ഇതെന്താ ഇങ്ങനെ? അടുത്ത 48 മണിക്കൂറിനകം ഇവിടുന്ന് പോകാനാ ഓർഡർ. പിന്നെ ഇങ്ങോട്ട് വരാനൊക്കില്ല. ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ തന്നെ തീർത്താൽ നാളെ സമാധാനമായിട്ട് പുതിയ തെണ്ടൽ തുടങ്ങാമല്ലോ. ഒരു 15 പൈസയുടെ കുറവുണ്ട്. ഒരു മലയാളി എന്നുള്ള കൺസെഷൻ തരണം. ഈ 15 പൈസയുടെ കുറവിൽ എൻ്റെ ഒരു മോഹം നടക്കാതിരിക്കാൻ പാടില്ലല്ലോ ചേച്ചി. ഈ തൊഴിലിന് ഭാഷയായിട്ട് ബന്ധമൊന്നുമില്ല. എവിടെ ആ സുന്ദരിക്കുട്ടി കിരൺ? എന്റെ ഈശ്വര, പല ജാതിയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരെണ്ണം ആദ്യമായിട്ടാ. പണിയെല്ലാം പോയി. ഞാനിവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ. അതിനു മുമ്പ് എന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ചു ഉമ്മ തരാന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടം വെച്ചാ നീ കൊള്ളാം, ബെസ്റ്റ് ചരക്ക. കൊള്ളാമെന്ന് എന്തിനേയും ഞങ്ങളുടെ നാട്ടില് നല്ല ചരക്കെന്ന് പറയും. നാട്ടില് പൂവാലന്മാര് പെമ്പിള്ളാരെ കാണുമ്പോ കളിയാക്കി വിളിക്കും, ഡി ചരക്ക് ഡി. ഹിന്ദിയിൽ മാట్లాടലേ? ദാരു പീനേക്കെ ബാദ് മുझे ഹിന്ദി നഹി ആത്ത. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വരൂല. ഹിന്ദിയില് അച്ഛൻ മാൽ. ഞങ്ങളുടെ നാട്ടില് പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ തന്ത. മനുഷ്യര് മനസ്സിലാകുന്ന ഭാഷയെ പല കൊച്ച്. 1000 രൂപ നുള്ളിപ്പറക്കി കൊടുത്തിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. നീ എന്നെ ഇവിടെ കിടത്തി ഉറക്കിക്കളയല്ലേ. നമുക്കിന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട്. ആദ്യം നീ എനിക്കൊരു ഉമ്മ. ഉമ്മ ഉമ്മ ഉമ്മ. നാട്ടിലെ മുസ്ലിം സമുദായക്കാര് അമ്മ എന്ന് പറയുന്നതിന് പകരം ഉമ്മ എന്ന് പറയും. അതൊരർത്ഥം. ചുടുചുംബനം ഉമ്മ. അതാ അലക്കണ്ട ഉമ്മ ഉമ്മ. ചുമ്മാ ചുമ്മാ ദീദി ഉമ്മ ഉമ്മ താത്ത ഉമ്മ. ഓ മുദ്ദിലി വാല മുതല വാല് ഉമ്മ. ഇനി പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ തലേ കൂടെ മുണ്ടിട്ട് കാണിക്കുന്നത്. ഇഷ്ടമാണോ നിനക്കെന്നെ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ് നിനക്ക്? 15 ഞാൻ തരും. 15 പൈസ. जो भी मेरे खिलाफ आवाज उठाएगा मैं उसे खत्म कर दूंगा.
छोटा ഇനിമേലിൽ ഇവിടെ വരുന്ന വരുമാനത്തിന്റെ പാതി ദിവസവും അബ്ബാസിറ്റിയുടെ വീട്ടിലെത്തിച്ചിരിക്കണം. പിന്നെ ഇവിടെ ഒരു നൃത്തക്കാരുണ്ടല്ലോ, എവിടെ അവൾ? പുറത്തു പോയിരിക്കുക. ഗണപതി പൂജ ദിവസം അവൾ അബ്ബാസിറ്റിയുടെ വീട്ടിലേക്ക് അയക്കണം. अगर कोई गलती हुई तो तू नहीं बचेगी. ये आखिरी मौका दे रहा हूं.